ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് വൻപയർ, അവിൽ, നേന്ത്രപ്പഴം, കുറച്ച് തേങ്ങ, പിന്നെ വെല്ലം ഉരുക്കിയത്. ഇത്രയും സാധനങ്ങൾ വെച്ച് ഞാനൊരു സ്വീറ്റ്സ് റെഡിയാക്കുന്നതാണേ. അപ്പം അതിനുവേണ്ടി ഞാൻ വൻപയർ വെള്ളത്തിലിട്ടെല്ലാം പൊതിർത്ത് കുക്കറിലിട്ട് വേവിച്ച് വെച്ചതാണ്. അവിൽ നമുക്കിനി വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ വറുത്തെടുക്കണം. അപ്പോൾ ഗ്യാസ് കത്തിക്കാം. പാൻ അടുപ്പത്ത് വെച്ചു. അപ്പോൾ ഈ അവിലിനെ ഒന്ന് വറുത്തെടുക്കണം. നല്ല കയ്യിനെ കൊണ്ട് പൊടിച്ചാൽ പൊടിയുന്ന പരുവത്തിൽ നമുക്ക് എടുക്കണം. അത് കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് നേന്ത്രപ്പഴത്തിനെ നെയ്യിലൊന്ന് വഴറ്റിയെടുക്കുക. കാണുന്നില്ലേ ഗൈസ്? അപ്പം ഞാനിതാ വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ അവിൽ വറുത്തിട്ട് നമുക്ക് കാണാം. ഇങ്ങനെ ഓരോന്നോരോന്ന് ഇങ്ങനെ ആക്കിയെടുക്കുമ്പോൾ കുറേ നേരം കാണിക്കാൻ നിൽക്കുന്നില്ല. അപ്പോൾ ഇതാ ഗൈസ്, നല്ലോണം വറുത്തിട്ടായിട്ടുണ്ട്. ഇങ്ങനെ നുള്ളി എടുക്കുമ്പോൾ നമുക്ക് കടുമുട് കടുമുട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പൊട്ടുന്ന പോലത്തെ പാകത്തിനായി. അപ്പം ഞാനിത് പ്ലേറ്റിലേക്ക് മാറ്റട്ടെ. അപ്പോൾ ഇതാ പാന് ചൂടായിട്ടുണ്ട്. കുറച്ച് നെയ്യ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വീണോളൂ നെയ്യ്. എന്താ വീഴാനൊരു മടി താങ്കൾക്ക്? അങ്ങനെ വരട്ടെ. അതന്നെ. അപ്പോൾ അതായി. ഇനി നമുക്ക് പഴം എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് ഇടാം. ഇത് കുറച്ച് നേരം ഇങ്ങനെ വെക്കുക. നേരം ഒരു ഭാഗമാവും. അതിൻ്റെ ശേഷം തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ ചെയ്യാം നമുക്ക്. അപ്പോൾ ഉടഞ്ഞു പോകാണ്ട് അതിനെ തിരിച്ചിടുക. ഉടച്ച് കളയാണ്ട് നമുക്ക് അതിനെ തിരിച്ച് മറിച്ച് വിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് ഏകദേശം നല്ല ചോന്ന് വന്നിട്ടുണ്ട്. ഇനി ഞാനിത് വാങ്ങിയിട്ട് പ്ലേറ്റിലാക്കട്ടെ. അപ്പോൾ ഇനി ഇതാ നമുക്ക് വെല്ലം ഉരുക്കിയത് വെച്ച് കൊടുക്കാം. വെല്ലം ഉരുക്കി വെച്ചു. ഇനി നമുക്കതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങയിട്ട് നല്ലോണം വഴറ്റി കൊടുക്കാം. ഇത് തീ കൂട്ടി വെക്കണ്ട, തീ സ്ലോ ആക്കി വെച്ചാൽ മതി. അപ്പോൾ തേങ്ങ മധുരം എല്ലാം കൂടി ഇതിൻ്റെ അകത്ത് ഇങ്ങനെ പിടിക്കുക. പഴം ഇതാ ഞാനിവിടെ പ്ലേറ്റിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്, കണ്ടല്ലോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്കായൻ്റെ പൊടി ഇട്ട് കൊടുത്തേക്കാം. ഒരു ഏലക്കായൻ്റെ ഫ്ലേവറിനെ. ഏലക്കായ പഞ്ചസാരയും കൂട്ടി പൊടിച്ചതാണ് ആ പൊടി. അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തു നല്ലോണം ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് വറുത്ത് വെച്ച് അവിലിട്ട് കൊടുക്കാം.
അവിലും ഇട്ട് കൊടുത്തു. അപ്പോൾ ഇതും നല്ലവണ്ണം വെള്ളത്തിൻ്റെ കൂടെ റെഡിയാകാൻ വേണ്ടിയിട്ട് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് വൻപയർ ഇട്ട് കൊടുക്കുക. ഇതിൽ അണ്ടിപ്പരിപ്പെല്ലാം നെയ്യിൽ വറുത്തിട്ടെല്ലാം ഇടണ്ടെങ്കിൽ ഇടാം കേട്ടോ. എൻ്റെ അടുത്ത് ഇപ്പം അണ്ടിപ്പരിപ്പ് തീർന്നു, അതാണ് ഞാനിപ്പോൾ അണ്ടിപ്പരിപ്പ് ഇടാത്തത്. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇത് അവിലും ഇതിൻ്റെ അകത്തിട്ടു, നല്ല അടിപൊളി. ഇനി നമുക്ക് വൻപയർ ഇട്ട് കൊടുക്കാം. നമ്മളെടുത്ത് വെച്ച വൻപയർ ഇട്ട് കൊടുക്കാം ഇതിലേക്ക്. വേവിച്ച് വെച്ച വൻപയർ അതും ഇട്ടു. അപ്പോൾ എല്ലാവരെയും കൂടി ഇളക്കി കൊടുക്കട്ടെ. നല്ല സ്വീറ്റ്സ് റെസിപ്പിയാണ്. വൻപയറൊന്നും ചില കുട്ടികളൊന്നും കഴിക്കില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഇങ്ങനെയെല്ലാം ആക്കി കൊടുത്തു കഴിഞ്ഞാൽ മധുരമെല്ലാം ഉണ്ടാകുമ്പോൾ കുട്ടികൾ തനിയെ കഴിക്കും. അപ്പോൾ നമുക്കെല്ലാം ഇത് റെഡിയായിട്ട് കാണാം. ഇനി ഇതിൻ്റെ അകത്ത് പഴം ചേർത്ത് കൊടുക്കണം. ഇതൊന്ന് റെഡിയായിട്ട് വരണം. വെല്ലെല്ലാം ഇതിന് പിടിക്കണം, വൻപയറിനും അവിലിനും തേങ്ങക്കും എല്ലാം. അപ്പോൾ ഇത് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ മേലെ നമ്മൾ നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാം കൂടി എന്നിട്ട് ഇളക്കി യോജിപ്പിക്കണം. കുറച്ച് ഞാൻ ഇതിൻ്റെ മേലെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് നേന്ത്രപ്പഴം. ബാക്കിയെല്ലാം ഇതിൻ്റെ അകത്തേക്ക് ഇട്ട്. അടിപൊളി ടേസ്റ്റാണ് ഗൈസ്. എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക കേട്ടോ. അണ്ടിപ്പരിപ്പെല്ലാം വറുത്തിട്ടിട്ടാൽ അതിലും ടേസ്റ്റ് കിട്ടും. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ എൻ്റെ അടുത്ത് തീർന്നു പോയി, വാങ്ങാൻ വിട്ടുപോയി. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അടുത്ത് ഇപ്പോൾ ഇല്ല, ഇല്ലെങ്കിൽ നല്ല സൂപ്പറായി. അതില്ലാണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, നമുക്ക് കഴിക്കാനുള്ളതല്ലേ. അപ്പോൾ ഇതൊരു വെറൈറ്റി ഡിഷാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇനി ഞാൻ തീ ഓഫാക്കുന്നതാണ്. ഇനി അധികം തീ കൂട്ടി വെക്കുന്നില്ല, തീ ഓഫാക്കി. അപ്പോൾ ഞാനിത് പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഗൈസ്, വൻപയറും അവിലും നേന്ത്രപ്പഴവും വെച്ചിട്ടുണ്ടാക്കിയ സ്വീറ്റ്സ് റെസിപ്പി ഇതാ ഇവിടെ റെഡിയായിരിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് വരാം. ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് ഞാൻ പറഞ്ഞു തരാം. ഇതാ ഞാനൊന്ന് ടേസ്റ്റ് നോക്കാം. വാവ്, സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ഓക്കേ, ബൈ.